നമസ്കാരം. ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻ വി പോത്തൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകൾ, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണവും അതുപോലെ ഭരണഘടന എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാന വസ്തുക്കളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൻ്റെ ബാക്കിയായിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് ആര് നൽകിയ ശുപാർശ പ്രകാരമാണെന്നാണ്. ആരാണ്? ക്യാബിനറ്റ് മിഷൻ നൽകിയ ശുപാർശ പ്രകാരമാണ്. 46-ൽ ക്യാബിനറ്റ് മിഷൻ വരുന്നു, അവര് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീരുമാനവും അതോടൊപ്പം തന്നെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള തീരുമാനവും കൈക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ എന്ത് രൂപീകരിക്കുന്നുണ്ട്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനം എപ്രകാരമാണെന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുക, ഇതാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഈ പറയുന്ന നേരിട്ട് ആ ഭരണഘടനാ നിർമ്മാണ സഭ ഒറ്റ ദിവസം കൊണ്ട് രൂപീകരിക്കാൻ പറ്റത്തില്ല. അതിന് പല കടമ്പകളുണ്ട്. അപ്പൊ അതിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ആൾക്കാരെ ഉൾക്കൊള്ളിക്കണം. അപ്പൊ ആൾക്കാരെ എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ നോമിനേറ്റഡുമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ 2 തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ആരൊക്കെയാണ്? തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരും അതുപോലെ നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. അപ്പൊ അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1946 ഓഗസ്റ്റിലാണ്. 1946 ഓഗസ്റ്റ് മാസത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പോ സംവിധാനവും അല്ല എന്ന് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഇന്ന് കാണുന്ന തെരഞ്ഞെടുപ്പ് രീതിയൊന്നും അല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രായപൂർത്തി, വോട്ടവകാശമോ ആ രീതികൾ ഒന്നും തന്നെ അല്ല എന്ന് ഓർത്തിരിക്കുക. അപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 1946-ലാണ്. അപ്പം തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പൊന്നുമല്ല. ഈ പറയുന്ന പ്രായപൂർത്തി, വോട്ടവകാശമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പൊ അന്നത്തെ ആ ഒരു തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുമ്പോൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട്, അതായത് 10 ലക്ഷം പേർക്ക് ഒരു പ്രതിനിധി എന്ന രീതിയിൽ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടാണ് ഈ പറയുന്ന പ്രതിനിധികളെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. അത് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി അടിസ്ഥാനത്തിലാണ്. പ്രധാനമായിട്ടും 2 പാർട്ടികളാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഒന്ന് കോൺഗ്രസും അതുപോലെ മുസ്ലിം ലീഗും. അപ്പം ഈ പറയുന്ന ഈ 2 പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ആൾക്കാരെ ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം ഇത്രയും ഇവിടെ ഓർത്തിരുന്നാൽ മതി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആൾക്കാരെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുമുണ്ട്, നോമിനേറ്റ് ചെയ്യപ്പെട്ടവരും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. കാരണം ഇപ്പോഴത്തെ രീതി സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ എല്ലാ അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്നാൽ ശരിയാണോ? അല്ല. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമുണ്ട്, നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങളും ഉണ്ട് എന്നുള്ള വസ്തുത അവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഘടനയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗസംഖ്യയാണ് 389. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എത്രയാണ്? 389 എന്ന് ഓർത്തിരിക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 389. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 389 പേരെന്ന് പറയുമ്പോൾ അവരെ എവിടെ നിന്നൊക്കെ വരുന്നവരാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 പേരെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അവരെ 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വരുന്നവരും മറ്റൊന്ന് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് വരുന്നവരും. അപ്പം നമുക്കറിയാം 1946 കാലഘട്ടം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷിന്റെ ഭരണത്തിലുള്ള കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യയിലെ ഭൂപ്രദേശത്തെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രവിശ്യ എന്നും അതുപോലെ നാട്ടുരാജ്യങ്ങളെന്നും. 389 പേരുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ 389 പേരുണ്ടായിരുന്നു. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ 389 എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും 2 വിഭാഗത്തിൽ വരുന്ന ആൾക്കാരായിരുന്നു. അതായത് ഇന്ത്യയുടെ ഭൂപ്രദേശം ആ ഒരു സമയത്ത് പ്രധാനമായിട്ട് 2ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയെന്നും അതുപോലെ നാട്ടുരാജ്യങ്ങളെന്നും. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിലെയും നാട്ടുരാജ്യങ്ങളിലെയും 2ഇടത്തെയും കൂടി ആൾക്കാർ ചേർന്നാണ് 389 പേര് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വരുന്നത്.
അപ്പം എന്താണ് ഈ നാട്ടുരാജ്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ നേരിട്ട് ഭരണം നടത്തിക്കൊണ്ടിരുന്ന പ്രദേശങ്ങളെയാണ് നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഈ പറയുന്ന തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നാട്ടുരാജാക്കന്മാർ നേരിട്ട് ഭരണം നടത്തുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അതുപോലെ ബ്രിട്ടന്റെ നേരിട്ടുള്ള അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശം, അങ്ങനെയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്ന് പറയുന്നത്. അവിടെ നിന്നുള്ള ആൾക്കാരും കൂടി ചേർന്നാണ് 389 പേര് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് എത്ര പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ആകെ 296 പേരാണ്. അപ്പം ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 296 എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 296 പേരിൽ 292 പേര് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നും 4 പേര് ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്നും ഉള്ളവരായിരുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പം ഈ പറയുന്ന 296ൻ്റെ അകത്ത് തന്നെ വേറൊരു ചെറിയ ഡിവിഷൻ വരുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്ന് 292ഉം ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്ന് 4 ആൾക്കാരുമാണ് ഉണ്ടായിരുന്നത്. അപ്പം ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യ എന്ന് പറയുമ്പോൾ ഒന്ന് ഡൽഹി, മറ്റൊന്ന് അജ്മീർ, മറ്റൊന്ന് കൂർഗ്, മറ്റൊന്ന് ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ഈ 4 പ്രദേശങ്ങളിൽ നിന്നുള്ള 4 പേരും കൂടി ചേർന്നാണ് ആകെ 296 പേര് വരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവും ഉണ്ടല്ലോ. അതുപോലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലും 2 രീതിയിൽ ഈ പറയുന്ന സ്ഥലങ്ങളെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അനുസരിച്ച് ഡിവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രാധാന്യത്തോടു കൂടി അന്നുണ്ടായിരുന്ന സ്ഥലങ്ങളെയാണ് ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് 296 പേരും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേരുമാണ് ഉണ്ടായിരുന്നത്. നാട്ടുരാജ്യങ്ങൾ എത്ര പേരാണ്? 93 പേര്. അങ്ങനെയാണ് ആകെ 389 പേര് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കേണ്ടത്, മുമ്പേ പറഞ്ഞു ഈ പറയുന്ന പാർട്ടി അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 2 പ്രധാനപ്പെട്ട പാർട്ടികളാണ് ഉണ്ടായിരുന്നത്, ഒന്ന് കോൺഗ്രസും മറ്റൊന്ന് മുസ്ലിം ലീഗും. അപ്പം എത്ര പേരാണ് കോൺഗ്രസ് പ്രതിനിധികളായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ 208 പേരാണ്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ കോൺഗ്രസ് പ്രതിനിധികളായിട്ടുണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 208 പേര്. ഇനി അടുത്ത പാർട്ടി ഏതാണ്? മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായിട്ട് എത്ര പേരുണ്ടായിരുന്നു? 73 പേര്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 73 പേര്. ഇനി അതോടൊപ്പം തന്നെ ഒരു 15 പേര് സ്വതന്ത്രരായിട്ടും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് ജനിച്ചു വന്ന 15 പേരും കൂടി ചേർന്നാണ് ആകെ 389 വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ പരീക്ഷയിൽ പല പ്രാവശ്യം ചോദ്യം വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. ആ പ്രാധാന്യത്തോടു കൂടി ഈ ഭാഗം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് വരാം. ഇതിൽ വരുന്ന അംഗങ്ങളിലേക്ക് വരുമ്പോൾ 15 പേരെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ വരുന്ന അംഗങ്ങളെ പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു പരീക്ഷ പാറ്റേൺ ഒക്കെ നിങ്ങൾക്കറിയാം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഈ പോയിന്റുകളെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 389 പേരുണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പൊ അതിൻ്റെ അകത്ത് വരുമ്പോൾ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു? അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 389 പേരുണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എത്ര മലയാളികളാണ് ഉണ്ടായിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആകെ മലയാളികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? 17 മലയാളികളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആകെ ഉണ്ടായിരുന്ന മലയാളികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 17 എന്ന് ഓർത്തിരിക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 17 പേരിൽ 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആകെ 17 മലയാളികളിൽ 3 വനിതകൾ ഉണ്ടായിരുന്നു. ആ വനിതകളുടെ പേര് ഓർത്തിരുന്നോണം, പരീക്ഷയ്ക്ക് അത് ചോദിക്കുന്നതാണ്. കാരണം 3 പേരുണ്ട്, വേറൊരു പേരോട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം ആ 3 പേര് നിർബന്ധമായിട്ട് ഓർത്തിരുന്നോണം. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥ്, ദാക്ഷായണി വേലായുധൻ, ആനി മസ്കറിൻ. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളി വനിതകൾ എന്ന രീതിയിൽ 3 പേരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥ്, ദാക്ഷായണി വേലായുധൻ, ആനി മസ്കറിൻ എന്ന് ഓർത്തിരിക്കുക. ഇനി അത് പറയുമ്പോൾ അതിനോട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റുന്ന മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യമെങ്കിൽ 17 എന്ന് ഓർത്തിരിക്കുക. അപ്പം തെറ്റിപ്പോകരുത്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആകെ മലയാളികളുടെ എണ്ണം എത്രയാണ്? അത് 17.
ഇനി ആകെ വനിതകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ അതും 17 തെറ്റിപ്പോകരുത്. ഇനി മലയാളി വനിതകൾ എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? 3. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ആകെ വനിതകളുടെ എണ്ണം 17 ആണെങ്കിലും നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അതേ തുടർന്ന് ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും നടക്കുന്നു. ആ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കുറച്ച് ആൾക്കാരെ ഇതിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വനിതകളുടെ എണ്ണം പിന്നീട് 15 ചുരുങ്ങുന്നുണ്ട്. അപ്പം ചില പുസ്തകങ്ങൾക്കകത്തൊക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്ന 15 കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ആദ്യം രൂപീകരിക്കുമ്പോൾ 17 വനിതകൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചതിനെ തുടർന്ന് 15 വനിതകളായിട്ടത് കുറയുന്നു എന്ന കാര്യം കൂടി അവിടെയൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തതായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്ന ചില വ്യക്തികളുടെ പേരും അവര് ഏത് സമുദായത്തെ പ്രാതിനിധ്യം ചെയ്തു എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ 1-2 പേരുകൾ അവിടെ പ്രാധാന്യത്തോടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തതായിട്ട് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്ന ചില വ്യക്തികളുടെ പേരൊന്ന് ഓർത്തിരിക്കുക. കാരണം അവര് ചില സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള 1-2 പേരുകളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിൽ ഒന്നാണ് പാഴ്സി വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ട് വന്ന വ്യക്തി ആരാണ്? ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഓർത്താൽ മതി. HP മോദി. അതായത് പാഴ്സി വിഭാഗങ്ങളുടെ പ്രതിനിധി എന്ന രീതിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? HP മോദി എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ഫ്രാങ്ക് ആന്റണി എന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ്? ഫ്രാങ്ക് ആന്റണിയാണ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ടുണ്ടായിരുന്നത്. പിന്നീട് വരുന്നത് ന്യൂനപക്ഷങ്ങളുടെ, പൊതുവിൽ മൈനോറിറ്റിയുടെ പ്രതിനിധി എന്ന രീതിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് HC മുഖർജി. ആരാണ്? HC മുഖർജി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഈ 3 പേരുകൾ ഓർത്തിരുന്നോണം. ഒന്ന് പാഴ്സി വിഭാഗങ്ങളുടെ പ്രതിനിധി ആരാണ്? HP മോദി. അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഫ്രാങ്ക് ആന്റണി. അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധി ആരാണ്? HC മുഖർജി എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തതായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നുകൂടെ മുമ്പേ പറഞ്ഞ കാര്യം ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്തിട്ട് ഈ ഭാഗത്തു നിന്ന് പോകാം. അപ്പൊ അവിടെ മുമ്പേ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 389 പേരാണെന്ന് പറഞ്ഞു. എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ കുറച്ച് ആൾക്കാർ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിൽ പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗസംഖ്യ വീണ്ടും കുറയുന്നുണ്ട്. അങ്ങനെ 299 കുറയുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എത്രയാണ്? 299 എന്ന് ഓർത്തിരിക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഭരണഘടന എഴുതി പൂർത്തീകരിക്കുന്ന സമയത്ത് 1949 അത് എഴുതി പൂർത്തീകരിക്കുന്നത്. ആ സമയത്ത് അതിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 284 പേരെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത് തമ്മിൽ തെറ്റിപ്പോകരുത്. ആദ്യം ഇത് രൂപീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 389. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ തുടർന്ന് എത്ര പേരാണ് പിന്നീട് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 299. എന്നാൽ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്ന സമയത്ത് എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 284 എന്ന് ഓർത്തിരിക്കുക. അതിനോടൊപ്പം ഒരു സംഖ്യ കൂടി ഇതിനോട് ചേർത്ത് അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അത് 46 തന്നെയാണ് നടക്കുന്നത്. അടുത്ത സ്ലൈഡിൻ്റെ അകത്ത് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ 207 പേരെന്ന് ഓർത്തിരിക്കുക. എത്രയാണ്? 207. ഇതെല്ലാം സംഖ്യകളാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാം കൂടി കേട്ട് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ടെങ്കിലും ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി 1-2 പ്രാവശ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ടാലും കുഴപ്പമില്ല. കാരണം ഇതൊക്കെ വളരെ വിലപ്പെട്ട ഭാഗങ്ങളാണ്. നമുക്ക് പരീക്ഷയിൽ മാർക്ക് തന്നെയാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഈ പോയിന്റുകളെല്ലാം എടുത്തെടുത്ത് പറയുന്നതിന്റെ കാരണം. അപ്പം ആകെ എത്ര പേരെന്ന് ചോദിച്ചാൽ 389 പേര്. ആദ്യത്തെ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ 207 പേര്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എത്ര പേരാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ 299 പേര്. എന്നാൽ ഭരണഘടന പൂർത്തീകരിക്കുന്ന സമയത്ത് ആ സമിതിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം 284 എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരാം. അടുത്തത് ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് വസ്തുതകളാണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒരു സമയത്ത് PSC
ഒരു സമയത്ത് PSC പരീക്ഷയിൽ സ്ഥിരം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്ന ഒരു ഭാഗം കൂടിയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു. ആരുടെ നിർദ്ദേശപ്രകാരം? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം. നമ്മൾ നേരത്തെ അത് പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് എന്നാണ്. രൂപീകരിച്ച ഡേറ്റ് ആണ് 46 ഡിസംബർ 6. 1946 ഡിസംബർ 6-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് എന്നാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9 എന്നാണ്. 46 ഡിസംബർ 9 എവിടെ വെച്ചായിരിക്കും നടക്കുന്നത്? അത് ഡൽഹിയിൽ വെച്ചാണ്. നമ്മുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. എവിടെ വെച്ചാണ്? ഡൽഹിയിൽ വെച്ചാണ്. പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചാണ്. പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത് തെറ്റാണ്. കാരണം പുതിയ പാർലമെന്റ് മന്ദിരമുണ്ട്, അത് ഈയിടെയാണല്ലോ ഉദ്ഘാടനം ചെയ്ത്. എന്നാൽ പഴയ പാർലമെന്റ് മന്ദിരം ഈ പറയുന്ന സമയത്ത് ഓൾറെഡി അത് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 11 മണിക്ക് ആരംഭിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ആദ്യത്തെ മീറ്റിംഗ് ആണ്. അപ്പം ഈ പറയുന്ന പ്രത്യേകിച്ച് ആരെയും ഒന്നും തെരഞ്ഞെടുത്തില്ല, എങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ ആകുമ്പോൾ അധ്യക്ഷൻ ആവശ്യമാണ്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് തുടങ്ങുമ്പോൾ അതിന്റെ അധ്യക്ഷനായിട്ട്, താൽക്കാലിക അധ്യക്ഷനായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ആ ഒരു സമിതിയിലെ അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗിൽ വന്നതിൽ ഏറ്റവും പ്രായം കൂടിയ മുതിർന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ മീറ്റിംഗിന്റെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അപ്പം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഒരു താൽക്കാലികമായിട്ടൊരു ഉപ അധ്യക്ഷനെ കൂടി തെരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ താൽക്കാലിക അധ്യക്ഷനുണ്ട്, അതുകൂടാതെ താൽക്കാലികമായിട്ടൊരു ഉപ അധ്യക്ഷനുണ്ട്. അത് ഫ്രാങ്ക് ആന്റണിയാണ്. നമ്മൾ മുമ്പേ കണ്ടു, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ഫ്രാങ്ക് ആന്റണി. അദ്ദേഹമാണ് താൽക്കാലിക ഉപ അധ്യക്ഷനായിട്ട് വരുന്നത്. ഇനി അടുത്തത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മീറ്റിംഗ് നടക്കുന്നു 1946 ഡിസംബർ 9 തീയതിയാണ്. ആ മീറ്റിങ്ങിനെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ മീറ്റിങ്ങിനെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് ആര്? JB കൃപലാനി. ആരാണ്? JB കൃപലാനി. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി കൂടിയാണ് ആര്? JB കൃപലാനി. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യം അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനി. എന്നാൽ അധ്യക്ഷനായിരുന്നത് സച്ചിദാനന്ദ സിൻഹ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഇനി 1-2 പോയിന്റുകൾ കൂടി പറഞ്ഞ് ഈ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വരുന്ന സമയത്ത് അതിന് ഒരു സ്ഥിരം അധ്യക്ഷൻ ആവശ്യമായിട്ട് വരികയും അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നീട് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിട്ടും അദ്ദേഹം തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രാഷ്ട്രപതിയായിട്ടും തെരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്ന ഡേറ്റ് ആണ് 46 ഡിസംബർ 11. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്ത ഡേറ്റ് ആണ് 46 ഡിസംബർ 11. ഇനി അതുപോലെ അവിടെ ഓർത്തിരിക്കേണ്ട മറ്റ് 2 പേരുകൾ കൂടിയുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് 2 ഉപ അധ്യക്ഷന്മാർ കൂടി ഉണ്ടായിരുന്നു, 2 ഡെപ്യൂട്ടി ചെയർമാൻമാർ കൂടി ഉണ്ടായിരുന്നു. അത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് HC മുഖർജിയും മറ്റൊന്ന് VT കൃഷ്ണമാചാരി. ആരൊക്കെയാണ്? HC മുഖർജിയും മറ്റൊന്ന് VT കൃഷ്ണമാചാരി. ഇവർ രണ്ടുപേരും എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷന്മാരായിരുന്നു. 2 ഉപ അധ്യക്ഷന്മാരുണ്ടായിരുന്നു. അധ്യക്ഷൻ ഒരാളെ ഉള്ളായിരുന്നു. ആരാണ്? രാജേന്ദ്ര പ്രസാദ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണം കണ്ടു, അതുപോലെ അതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ്, അതിൽ വന്ന ആൾക്കാരുടെ എണ്ണം, അങ്ങനെ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ച് കംപ്ലീറ്റ് ആക്കി. അപ്പം ഇനി വരുന്ന ക്ലാസ്സിലായിരിക്കും ഇതിന്റെ ബാക്കിയായിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭയുടെ മറ്റു പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഏവർക്കും നന്ദി.